ഹായ് വ്യൂവേഴ്സ്, നമ്മുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ മൂന്നാമത്തെ അധ്യായം, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും, റിയാക്ടിവിറ്റി, സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ഒരു പരീക്ഷണമാണ് പറയുന്നത്. 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് അതിൽ തുല്യ അളവിൽ ജലം എടുക്കുക. അതിൽ വിവിധ തരം ലോഹങ്ങൾ ആഡ് ചെയ്യുക. സോഡിയം, മഗ്നീഷ്യം, കോപ്പർ. ഇത് 3 ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളോട് നിരീക്ഷിക്കാൻ പറയുന്നത്. ഒന്നാമത് പഠിക്കുന്നത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ലോഹങ്ങളുടെ ജലവുമായുള്ള പ്രവർത്തനം എങ്ങനെയാണ്. അതിന് നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ എടുക്കേണ്ടത് സോഡിയം, മഗ്നീഷ്യം, കോപ്പർ. ഇത് 3 വാട്ടറിൽ എങ്ങനെയാണ് ഒരേ രീതിയിലായിരിക്കും. മനുഷ്യരാണെങ്കിൽ പോലും എല്ലാവരുടെ സ്വഭാവം ഒരുപോലെയാണോ? അല്ല, അതല്ല. ഒരേ സിറ്റുവേഷനിൽ നമ്മൾ 3 കാണുന്നത് ഒരുപോലെ ആവണമെന്നില്ല. അതേപോലെ തന്നെ ലോഹങ്ങളും 3 ലോഹങ്ങളും ഒരേ രീതിയിലല്ല ജലവുമായി പ്രവർത്തിക്കുന്നത്. ഇവയിൽ സോഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തന ശേഷി കൂടിയിട്ടുള്ളത്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഇതിലേതാണ്? ഏതാണ്? സോഡിയം. അതിനേക്കാൾ കുറവാണ് മഗ്നീഷ്യത്തിന്. കോപ്പർ ജലവുമായി തീരെ പ്രവർത്തനശേഷി ഇല്ല. ഇനി വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ള വെള്ളം ഉണ്ടാവും, തണുത്ത വെള്ളം ഉണ്ടാവും, അല്ലേ? അപ്പം ഈ രണ്ടിലും എങ്ങനെയാണ് പ്രവർത്തനം നോക്കണം. സോഡിയം തണുത്ത ജലവുമായി പ്രവർത്തിക്കും, എന്നാൽ ചൂടുള്ള വെള്ളവുമായി പ്രവർത്തിക്കുന്നില്ല. എന്തായിരിക്കും കാരണം? സോഡിയം ഹൈലി റിയാക്റ്റീവ്, അല്ലേ? നമ്മൾ ലാബിലൊക്കെ വെള്ളത്തിലിട്ട് നോക്കിയാൽ അതിങ്ങനെ ഓടി നടന്ന് തീപിടുത്തം വരെ സംഭവിക്കാം. അപ്പം ഈ ചൂടുള്ള വെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ അത് ഇടുമ്പോഴേക്കും ആ ചൂട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സോഡിയത്തെ ഹോട്ട് വാട്ടർ എന്ത് ചെയ്യും? ഇതിനെ പുറന്തള്ളും. അതുകൊണ്ട് അവിടെ റിയാക്ഷൻ നടക്കുകയില്ല. ഇടുമ്പോഴേക്കും അതെന്ത് ചെയ്യും? പുറത്ത് ചാടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ റിയാക്ഷൻ നടക്കാത്തത്. ഇനി മഗ്നീഷ്യം തണുത്ത ജലവുമായി പ്രവർത്തിക്കില്ല, എന്നാൽ ചൂടുള്ള വെള്ളവുമായി പ്രവർത്തിക്കും. അപ്പോൾ ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക. ഇനി ഈ സോഡിയം വെള്ളത്തിലിട്ട എന്തൊക്കെ ആയിട്ടാവും മാറുക അറിയോ? സോഡിയം ഹൈഡ്രോക്സൈഡും H2, അതായത് ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാവുക. എല്ലാ വാതകങ്ങളും വെള്ളത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത്? ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നുണ്ട്, സോഡിയം വെള്ളത്തിലിട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഹൈഡ്രജനാണ്. ഇവിടെ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH പ്ലസ് H2. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞു, സോഡിയം, മഗ്നീഷ്യം, കോപ്പർ. ഇതിലേതാണ് നന്നായി പ്രവർത്തിക്കുക, തീവ്രമായി പ്രവർത്തിക്കുന്നത്? ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ സോഡിയാണ്. ഉണ്ടാകുന്ന ഗ്യാസ് ഏതാന്ന് പറയും. ഏതായിരിക്കും? ഹൈഡ്രജനാണ്. ഉണ്ടാകുന്ന കെമിക്കൽ ഇക്വേഷൻ അവിടെയല്ല, സോഡിയം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ ഇക്വേഷൻ ആണ് എന്താണ്? 2Na plus 2H2O gives 2NaOH plus H2. ഇനി ഇങ്ങനൊരു ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. മൂലകം, തണുത്ത വെള്ളം, പിന്നെ ചൂടുള്ള വെള്ളം. അങ്ങനെ സോഡിയം കോൾഡ് വാട്ടറിൽ റിയാക്ഷൻ ഉണ്ട്, ഹോട്ട് വാട്ടറിലില്ല. മഗ്നീഷ്യം കോൾഡ് വാട്ടറിൽ റിയാക്ഷൻ ഇല്ല, ഹോട്ട് വാട്ടറിലുണ്ട്. കോപ്പർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു റിയാക്ഷൻ ഇല്ല. ഹോട്ടായാലും വേണ്ടില്ല, കോൾഡായാലും വേണ്ടില്ല, ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. നെക്സ്റ്റ് ആണ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ, അല്ലെങ്കിൽ വായുവുമായുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ ഈ കമ്മലിൻ്റെ ബാക്കിൽ ഇതെങ്ങാനും നമ്മൾ ഗോൾഡ് അല്ല എങ്കിൽ, ചെമ്പാണ് എങ്കിൽ
അഥവാ കോപ്പർ ആണെങ്കിൽ കുറേ കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, ഒരു പച്ച കളർ വരും അല്ലേ. എന്താണ് സാധനം? ക്ലാവാണ് അല്ലേ. അപ്പോൾ കോപ്പറിൻ്റെ സംയുക്തമായിട്ട് മാറിയതാണ്. നമ്മൾ കാലിലിടുന്ന പാദസരം നമ്മൾ വാങ്ങുന്ന അതേ തിളക്കമായിരിക്കും ഉണ്ടാവുക. അതിന് കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ കളറ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോഹങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന ആ തിളക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഈ ലോഹങ്ങൾ അന്തരീക്ഷവായുവുമായി പ്രവർത്തിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകം, അതുപോലെ ജലാംശം, ഇതുമായൊക്കെ അന്തരീക്ഷവായു ഇതുമായൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവയുടെ തിളക്കം കുറയുന്നത്. സോഡിയം ഒരു കഷ്ണം നമ്മൾ മുറിച്ചാൽ അതിൻ്റെ തിളക്കം നമുക്കറിയാം. എന്താണ് ലോഹദ്യുതി എന്ന് പറയുന്നത് അല്ലേ. ഒരു ലോഹത്തെ കട്ട് ചെയ്താൽ അതിൻ്റെ അഗ്രഭാഗത്ത് എന്തുണ്ടാവും? തിളക്കം ഉണ്ടാവും. അതെങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ സോഡിയത്തിന് നഷ്ടമാവും. എന്തുകൊണ്ടാണ് അങ്ങനെ ഫെയ്ഡായി പോകുന്നത്? എയർ, പിന്നെ വാട്ടർ വേപ്പർ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇതുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സോഡിയം എന്ത് ചെയ്യുന്നത്? ആഫ്റ്റർ സംടൈംസ് ഇതെന്തായിട്ടുണ്ട്, അതിൻ്റെ ഷൈനിങ് ഫെയ്ഡ് ആവുന്നത്. നോക്കാം എന്തായിരിക്കും അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ. സോഡിയം അന്തരീക്ഷവായുവുമായി പ്രവർത്തിക്കുന്ന സമവാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഡിയം ആദ്യം ഓക്സിജനുമായി പ്രവർത്തിക്കും. ഓക്സിജനുമായി പ്രവർത്തിച്ച് സോഡിയം ഓക്സൈഡായിട്ട് മാറും, Na2O ആയിട്ട് മാറും. ഈ Na2O ഈർപ്പവുമായി ജലാംശവുമായി പ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഈർപ്പം ഉണ്ടാവും അല്ലേ. അതുമായി പ്രവർത്തിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡായി മാറുകയും ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ സോഡിയം കാർബണേറ്റായി മാറുകയും ചെയ്യും. അപ്പം പെട്ടെന്ന് ഇതെല്ലാം നടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സോഡിയം ഹൈലി റിയാക്റ്റീവ് അല്ലേ, അതുകൊണ്ടാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ നിറം കുറയുന്നത്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഇനി ലോഹങ്ങളുടെ ആസിഡുമായുള്ള പ്രവർത്തനം നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ തുല്യ അളവിൽ നേർപ്പിച്ച HCl, ഡൈലൂട്ട് HCl എടുക്കുക. അപ്പോൾ 5 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഓരോന്നിൽ ഈക്വൽ എമൗണ്ട് ഡൈലൂട്ട് HCl എടുക്കുക. അതിലേക്ക് സെയിം സൈസുള്ള ഈ മെറ്റൽസ് ഒക്കെ നമ്മൾ അതിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ചിലതിൽ റിയാക്ഷൻ നടക്കും, ചിലതിൽ സാവധാനമായിരിക്കും, ചിലത് പെട്ടെന്നായിരിക്കും. ലോഹങ്ങൾ ആസിഡ് ഡൈലൂട്ട് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അല്ലെങ്കിൽ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു? ഹൈഡ്രജൻ ഉണ്ടാവും. ഈ ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. മെറ്റൽ ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാവുന്നത്. എന്ന് വെച്ച് എല്ലാ ലോഹങ്ങളും ഇതുപോലെ ഡൈലൂട്ട് HCl-നെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യണമെന്ന് ഇല്ല. അപ്പോൾ ഹൈഡ്രജനെ ആദേശം ചെയ്യുന്ന മൂലകങ്ങളെ ഒന്ന് നോക്കാനുള്ള ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. PSCക്ക് പോയ ഒരു കുട്ടിയുടെ പേരാണ് മസിൻ. ഇനീഷ്യലാണ് TL. ഇത് ഒരു കോഡാണ്. ഇത് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ലോഹങ്ങളെ ക്രിയാശീലത അനുസരിച്ച് ക്രമീകരിച്ചിട്ടുള്ള ക്രിയാശീലത കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചതിനെ പറയുന്ന പേരാണ് റിയാക്ടിവിറ്റി സീരീസ് ഓർ എന്താണ് ക്രിയാശീല ശ്രേണി. അപ്പോൾ അത് ക്രിയാശീല ശ്രേണിയിൽ ഇനിയും മൂലകങ്ങൾ ഉണ്ട് താഴേക്ക്. പക്ഷെ അതിൽ നിന്നും ഹൈഡ്രജനെ ആദേശം ചെയ്യുന്ന ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണ് പഠിക്കാനാണ് ഈ ഒരു കോഡ്. PSCക്ക് പോയ കുട്ടിയുടെ പേരെന്താണ്? PSC എക്സാം എഴുതാൻ പോയ കുട്ടിയുടെ പേരാണ് മസിൻ TL. P എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, M മാഗ്നീഷ്യം, A അലുമിനിയം, Z സിങ്ക്, I അയൺ. അതിന് F എന്നാണ് സിമ്പിൾ വരിക. ദെൻ നിക്കൽ, പിന്നീടുള്ളത് ടിന്ന്, SN. ലെഡ് എന്താണ്? PB. ഈ ഓർഡറിൽ ഇവിടുന്ന് കൂടിയത് ഇങ്ങനെ വരുന്നോറും കുറഞ്ഞു കുറഞ്ഞു വരും. PSC എക്സാമിന് പോയ കുട്ടിയുടെ പേരാണ് മസിൻ TL. അതിന് നമ്മൾ എന്തൊക്കെ സിമ്പിൾ എങ്ങനെയാണ്? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നത് അല്ലെ, ആദേശം ചെയ്യുന്നത്. അപ്പൊ ഇത്രയും മൂലകങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ഇതിലുള്ള ആദ്യം കാണുന്നതാവും നന്നായി പ്രവർത്തിക്കുക. ഇങ്ങനെ വരുന്നതോറും പ്രവർത്തനശേഷി കുറഞ്ഞു വരും. അങ്ങനെയാണ് ഈ മൂലകങ്ങളിൽ നന്നായി
പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പെട്ടെന്ന് ഉണ്ടാകുന്നത് ഏത് ടെസ്റ്റ് ട്യൂബിലാണെന്ന് നോക്കുക. അപ്പോൾ ഏതിൽ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ നമ്മൾ ഇതന്നെ ഈ കോഡ് നോക്കൂ. ഇതില് ഫസ്റ്റ് പൊട്ടാസ്യം, ഇതിൽ പൊട്ടാസ്യം ഉണ്ടോ? ഇല്ല. പിന്നെ സോഡിയം, ഇവിടെ സോഡിയം എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ കാൽസ്യം സി ഏതുണ്ടോ? ഇല്ല. ഇനി മഗ്നീഷ്യം ആണ് അല്ലെ? മഗ്നീഷ്യം ഉണ്ടോ ഇതില്ലേ? ഉണ്ട്. അപ്പൊ നന്നായി പ്രവർത്തിക്കുക ഇതിലായിരിക്കും, മഗ്നീഷ്യം ഇട്ടിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലായിരിക്കും. അത് നന്നായി പ്രവർത്തിക്കും. അതിനെക്കാട്ടി കുറവ് പ്രവർത്തനം ഏതിലായിരിക്കും? ഇനി നോക്കുക. എം കഴിഞ്ഞാൽ എ ഉണ്ടോ? ഇല്ല. സെഡ് ഉണ്ടോ? ഉണ്ട്. അടുത്തത് സെഡ്, സിങ്ക് എടുത്തതായിരിക്കും നന്നായി പ്രവർത്തിക്കുക. പിന്നീടുള്ളത് എഫ് ഇവിടെ ഉണ്ട് അല്ലെ? അപ്പൊ അടുത്തത് FE ആയിരിക്കും. അതിനേക്കാൾ പ്രവർത്തനശേഷി കുറവ് ഏതിനായിരിക്കും? ഇതിൽ ഈ നിക്കല് തന്നിട്ടില്ല ഇവിടെ. പിന്നെ ഏതാ നോക്കുക? ടിന്നും ഇല്ല, ലെഡ് ഉണ്ട്. അപ്പൊ PB ആയിരിക്കും. അപ്പൊ കോപ്പർ ഇവിടെ എന്താ? ഒരാൾ ഇതിൽ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാത്ത ആളാണ് എന്ത്? കോപ്പർ. കോപ്പർ എന്ത് ചെയ്യില്ല? ആസിഡുമായിട്ട് ഡയലൂട്ടഡ് സീലുമായിട്ട് പ്രവർത്തിക്കുന്നേ ഇല്ല. ഏറ്റവും കുറവ് ആരാന്ന് എഴുതാം? CU. ഇതൊന്നും റിയാക്ഷൻ നടക്കാത്ത ടെസ്റ്റ് ട്യൂബ് കോപ്പർ ഇട്ടതായിരിക്കും. പഠിച്ചല്ലോ. അപ്പോൾ ഈ ഒരു കോഡ് വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ ഇന്ന് പഠിച്ചത് ലോഹങ്ങളുടെ ജലവുമായുള്ള പ്രവർത്തനം, അന്തരീക്ഷവായുമായുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ആസിഡുമായുള്ള പ്രവർത്തനം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.